ഇവനാണ് ഇവിടുത്തെ ആണ് എന്റെ ബ്രീഡിംഗ് മെയില്. ഇത് 148 കിലോ കുട്ടികളാണ് ഇപ്പൊ നമുക്ക് തരുന്നത്. ഇവന്റെ കുട്ടികളാണ് അല്ലേ? ഇതെല്ലാം നമ്മള് റിഷാദിന്റെ ഫാമാണ്. അതിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ശരിനാരം ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു ലെഗ് പീസ് ഇങ്ങനെ എടുക്കുക. ഒരു ലെഗ് പീസ് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. SRPDയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ തുടക്കമാണ്. ഇതിന്റെ ഉദ്ദേശം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ഹൈബ്രിഡ് ആടിനെ എടുക്കാനും അതുപോലെ നമ്മൾ ഡെലിവറി ചെയ്ത ആട് ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്, അതിന് കൊണ്ടുവരുമാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ ഏകദേശം ഒരു 100-130 കിലോമീറ്റർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കർണാടക സ്റ്റേറ്റിലെ കുടകിൽ നിന്ന് ധർമ്മന്തൂരി എന്ന് പറയുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഇൻട്രോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ യാത്രയിൽ നമ്മളോടൊപ്പം മൂഷിക്കാണുള്ളത്. അതുപോലെ ഇതാ എപ്പോഴെപ്പോഴും കാണാൻ കിട്ടാത്ത ഒരാളാണ് ഇരിക്കുന്നത്. എന്താ നമ്മളെ ഏട്ടമ്പതിയപ്പോഴാണ് മുമ്പേ ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും. വലിയ ബിസിനസ്സുകാരനാട്ടാ. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഓരോ സിറ്റുവേഷനും സന്ദർഭം നോക്കി അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് കൊടകിൽ തന്നെ അറിയപ്പെട്ട ഒരു നഴ്സറിയും അതുപോലെ ഒരു ഫാം. ഒഴിവിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനുള്ളിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുപോലെ അത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്. കൊടകിലേക്ക് ഫോറസ്റ്റ് ടച്ച് ചെയ്യുന്നത്, അതായത് മൈസൂർ ജില്ലയിൽ നിന്ന് തുടങ്ങുന്ന ഫോറസ്റ്റ് കൊടകിൻ്റെ ഒരു അരുവിലായിട്ട് വന്ന് നിൽക്കും. അത് ഈ കാണുന്ന ഫോറസ്റ്റാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഡെയിലി ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ധാരാളം ആനകൾ ക്രോസ് ചെയ്തതാണ്. ഇതിലൂടെയാണ് ആനകൾ പോകുന്നത് തോട്ടത്തിലേക്ക്. അത് ആന വരുന്നത് കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ദിവസത്തിൽ രാവിലെയും വൈകുന്നേരം തുറക്കും. അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതുണ്ടല്ലോ, കൊടകിൽ തന്നെ ഏറ്റവും വലിയ അറിയപ്പെട്ട കാഫി ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാഫി ബോർഡാണ്, അതായത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലേ കോഫി. ഫോറസ്റ്റ് അടുത്തുള്ളത് കൊണ്ട് ധാരാളം ആനകളും അതുപോലെ വന്യമൃഗങ്ങളൊക്കെ റോഡ് ക്രോസ് ചെയ്യും. അപ്പം അങ്ങനൊരു തടസ്സം ജനങ്ങൾക്കില്ലാതിരിക്കാനും ആനയുടെ ശല്യം തോട്ടക്കാർക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇലക്ട്രിക്കാണ്, അതായത് സോളാറും അതുപോലെ കരണ്ടും ഉപയോഗിച്ചിട്ടാണുള്ളത്. വൈകുന്നേര സമയത്താണ് ഇത് റണ്ണിങ് ആവുന്നത്. കാരണം ആന വന്ന് തൊടുകയാണെങ്കിൽ ഇതിൽ ഇലക്ട്രിക് പാസ് ചെയ്യുന്നത് ചെറിയ ഷോക്ക് ഒന്നുമല്ല, അത്യാവശ്യം ആനയെ തുറക്കാൻ മാത്രം ഷോക്ക് ഉള്ളത് കൊണ്ട് ആനകൾക്ക് പ്രയാസം ഉണ്ടാവും. നമ്മൾ ഏകദേശം ഇപ്പൊ സിദ്ധാപുരം ടൗൺ അടുത്തെത്താനായിട്ടുണ്ട്. നെല്ലിതിക്കേരി ടൗണിൽ തന്നെ ധാരാളം മത്സ്യങ്ങൾ കിട്ടും, കടൽ മത്സ്യം. കാരണം ഇവിടെ കോമ്പറ്റീഷൻ കച്ചവടം ആയതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതുകൊണ്ട് പല ഷോപ്പിലും പല റേറ്റാണ്. എന്നാലും നല്ല ഒരുവിധം നല്ലതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും നെല്ലിതിക്കേരി ടൗണിൽ. ഈ കാണുന്നതും നെല്ലിതിക്കേരി മത്സ്യ മാർക്കറ്റാണ്. ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും മത്സ്യ മാർക്കറ്റാണ്. നെല്ലിതിക്കേരി സിദ്ധാപുരം ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജാണ്. കാവേരി പുഴയുടെ നടുവിലാണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത്. ഇത് പഴയ പാലം. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല കാപ്പിത്തൈകളും കുരുമുളകും അതുപോലെ സിൽവറിൻ്റെ മരങ്ങളും. ഇതാണ് കൊടകിൽ ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത്. ഇതണ്ട വിശാലമായ പരന്നു കിടക്കുന്ന റോഡും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വലിയ എസ്റ്റേറ്റുകളുടെ കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ്.
ഇത് പോലിവട്ട, ഇത് ജംഗ്ഷനാണ്. ഇങ്ങനെ പോയാൽ സിദ്ധാപുരം, ഇതാണ് സിദ്ധാർ റോഡ്. ഇങ്ങനെ പോകണമെങ്കിൽ ഗോണിയപ്പ റോഡാണ് ഡയറക്റ്റ്. എന്താ ഭംഗി കണ്ടകള്, കുരുമുളക് തോട്ടം. ഗോണികൊപ്പ എന്ന് പറയുന്ന ടൗണിലേക്ക് അടുത്തിട്ടുണ്ട് കേട്ടോ. ഗോണികൊപ്പ എന്ന് പറയുമ്പോൾ ടൗണ് കൊടകിൽ തന്നെ അത്യാവശ്യം ഏറ്റവും വലിപ്പമുള്ള ഒരു ടൗണാണ്. കൊടകിൽ തന്നെ അത്യാവശ്യം ഏറ്റവും വലിപ്പമുള്ള ഒരു ടൗൺ. ഇത് മൈസൂർ റോഡാണ്. ഇങ്ങനെ പോകണമെങ്കിൽ ഗോണികൊപ്പ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഭക്ഷണത്തിന് സമയമായിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും വിശപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ കിട്ടണം, ഭക്ഷണം കഴിക്കണം. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഉച്ചഭക്ഷണത്തിന് സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോവാണ്. അപ്പോൾ ടൗണിൽ തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഹോട്ടലിൽ ഫുള്ള് തിരക്കാണ്. ഭക്ഷണം കഴിക്കാമെന്നാണ്, എല്ലാതരം വിഭവങ്ങളും ഹോട്ടലിലുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ തിരക്കായത് കൊണ്ട് കുറച്ച് വെയിറ്റിങ്ങിലാണ്. ഹോട്ടൽ കിച്ചന് ഫ്രണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം കിച്ചനൊക്കെ കാണുന്ന പ്രശ്നമില്ല. ഫ്രഷ് പൊറോട്ട നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഉടനെ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഫ്രഷ് ഫാസ്റ്റ് ഫുഡ് ഐറ്റമാണ്. വൈകിയ ഭക്ഷണം അല്ലെങ്കിൽ പിന്നെ മോശമുള്ളതോ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഫ്രഷ് സാധനം അപ്പം അടിച്ചുണ്ടാക്കി തരുന്നതാണ്. ഇത് ഗോണികൊപ്പ സിറ്റിയിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. Being scholars are so we dream those ordinary dreams, forgetting that one day we'll live this way. ഹോട്ടലിൽ ഫുള്ള് തിരക്കായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം ഒരുപാട് ധാരാളം വിഭവങ്ങൾ നമ്മുടെ ഈ ഹോട്ടലിലുണ്ട്. പക്ഷേ തിരക്കായത് കൊണ്ടും സമയം കുറച്ചങ്ങത്തതായത് കൊണ്ട് 2-3 തരം ബിരിയാണി ഉണ്ട്, അതുപോലെ പൊറോട്ട ഉണ്ട്, നാസ്റ്റ് ഐറ്റം ഉണ്ട്, പിന്നെ മട്ടൻ ഐറ്റംസ് ഉണ്ട്, ചിക്കൻ 8 പൊറോട്ട, 4 കാട, 2 ലെഗ് പീസ്, 1 പ്ലേറ്റ് മട്ടൻ ബിരിയാണി. സംഭവം കാട ഫ്രൈ ഉണ്ട്. പക്ഷെ കാട ഫ്രഷാണ്, അറുത്തിട്ട് നേരാക്കിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. 12ാമത്തെ പൊറോട്ട കഴിഞ്ഞ് പൊറോട്ടയിലുണ്ട്. കാടൊക്കെ ഓർഡർ ആക്കി കാടത്തിന് വരെ വെയിറ്റിംഗ് ആണ്. അല്ലതാ ഇത് ഫ്രഷ് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ? ഫ്രഷ് അതെ. നമ്മളെ എക്കാണ് ഇവിടെ നമുക്ക് സെർവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നോക്കാം. ചെറുനാരം ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു ലെഗ് പീസ് ഇങ്ങനെ എടുക്കുക. ഒരു ലെഗ് പീസ് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ മുളക് ചമ്മന്തിയാന്ന് തോന്നുന്നുണ്ട്. പുതിന മിക്സാണ്, പൊടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാൻ വീഡിയോ പിടിച്ചെന്നാൽ എന്റെ ഫുഡ് അടി ഇവിടെ ബാക്കിയാണ്. എന്റെ ബാക്കിയൊന്നാവില്ല, എല്ലാം നാപ്പൊന്നോളും. ഭക്ഷണം കഴിക്കാണ്. ഇതാണ് ഇപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യല്. പിന്നെ ബാക്കി ഭക്ഷണം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഒരു ഇതെല്ലാം കാലിരിക്കും. പോണം. എന്റെ ക്യാഷ് കൊടുക്കാം. നല്ല പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ആളാണ്.
റിസ്വാൻ മൊഹറലി. നമുക്ക് ഹോട്ടലിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. നല്ല അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. കൊടകിലെ ഗോണികൊപ്പ ജംഗ്ഷനിൽ നിന്ന് മാനന്തവാടി പോകുന്ന റോഡിലായിട്ടാണ് ഹോട്ടലിന്റെ നെയ്മ്. നല്ല അടിപൊളി ഭക്ഷണമാണ്. എന്ത് സാധനം നമ്മൾ ഓർഡർ കൊടുത്താലും അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. പൊറോട്ട ആണെങ്കിലും കാട ഫ്രൈ ആണെങ്കിലും ചില്ലി ആണെങ്കിലും എല്ലാം ഫ്രഷാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ വരിക, ഭക്ഷണം കഴിക്കുക, പോവുക. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ യാത്ര തുടങ്ങുകയാണ് നമ്മളത് പോലെ. അങ്ങനെ നമ്മൾ കുട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. കൊടകിന്റെയും കേരളത്തിന്റെയും ഒരു ബോർഡറാണ് കുട്ട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ പോകുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാസും കാര്യങ്ങളൊക്കെ വേണം. ഇത് കുട്ട ടൗണാണ്. കർണാടകന്റെയും കേരളത്തിന്റെയും ഒരു അതിർത്തിയാണ്. മാനന്തവാടിക്ക് പോകുന്ന ആളുകൾക്ക് ഇതിലെ അടുത്താണ് വഴി. കുട്ടം വഴി നേരെ കയറാം. ചെക്ക് പോസ്റ്റാണ്. നേരെ പോവാ. നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആടെ അടുത്ത് വന്നപ്പോൾ ഇവിടെ പോലീസുകാർ വണ്ടി നിർത്തി ചെക്കൊക്കെ ആക്കി വിട്ടതാണ്. പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കേരള കർണാടക അതിർത്തിയാണ്. നമ്മുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കേരള അതിർത്തിയിൽ ഒരു ചെക്ക് പോസ്റ്റ് കിട്ടാനുണ്ട്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ ഇവിടെ പോലീസ് ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് ഒരുവിധം കഴിച്ചിലായിട്ടുണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ പാസ് ഇല്ലാതെ വിടലില്ല. പാസ് ഉണ്ട് ഇനി, അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് കേരള ബോർഡർ നമ്മൾ കടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച ലൊക്കേഷനിലേക്ക് വേഗം പോവാ, റിട്ടേൺ വരിക, അത്രയുള്ള ഉദ്ദേശം. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് തോൽപ്പെട്ടി. ഇവിടെ ഓഫ് റോഡ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. അതായത് ഫോറസ്റ്റിനുള്ളിൽ ഡയറക്റ്റ് ആനകളെയും അതുപോലെ മറ്റുള്ള വന്യജാതി മൃഗങ്ങളൊക്കെ ഡയറക്റ്റ് കാണാൻ പറ്റും. കോവിഡിന്റെ സമയമാണ്, എന്നാലും കടവാന ആളുകൾ. ഓഫ് റോഡിന് പോകാൻ നമ്മളെ വണ്ടിയൊന്നും പറ്റൂല, അവരെ വണ്ടിയുണ്ട്. കുട്ടം കഴിഞ്ഞ് മാനന്തവാടി പോകുന്ന ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും നല്ല ഫോറസ്റ്റുകളാണ്. അപ്പൊ വരുന്ന വഴിക്ക് മാനുകളും കാട്ടിപ്പോത്തുകള്, കാട്ടാനകള്, കടുവകള്, അങ്ങനെ എല്ലാവിധ മൃഗങ്ങളും സത്യത്തിൽ ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാ സമയത്തും എല്ലാതും കാണാൻ കിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് പുള്ളിമാൻ ഇവിടെ നീങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് യാത്രയിലായതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സീന് മിസ്സായി പോയി. അപ്പോൾ നല്ല നല്ല മൃഗങ്ങളൊക്കെ ഇവിടെ കാണാൻ കിട്ടും. അത് എല്ലാ സമയത്തും കിട്ടൂല. പക്ഷെ നമ്മൾ വരുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, പറ്റുകയാണെങ്കിൽ. Many dreams, yeah, in my life. I dream a lot of things in my life. You dream, I dream, they dream, we dream. Cause you don't be satisfied for what we have. We have different. സുഹൃത്തുക്കളെ, നമ്മൾ ഏക്കറക്കണക്കിന് കാണുന്ന ഫോറസ്റ്റിൽ വിളഞ്ഞു നിൽക്കുന്ന ഈ മരങ്ങള് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിന്റെ എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരുപാട് ഇനം നല്ല മുന്തിയ മരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഇത്ര നേരം നമ്മൾ കണ്ട തേക്ക് മരങ്ങൾ. അപ്പോൾ കോടിക്കണക്കിന് രൂപ വിലവാളുന്ന മരങ്ങളുടെ ശേഖരമാണ് ഈ ഫോറസ്റ്റിലൊക്കെയും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ത്രൂ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് മുറിക്കാനോ എടുക്കാനോ വിൽക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല. അങ്ങനെ പെർമിഷൻ ഇല്ല. എങ്കിലും
ഈ മരങ്ങളൊക്കെയും ഫർണിച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൂപ്പിൽ ലേലം വിളിച്ച് വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എല്ലാം നല്ല വിലപിടിപ്പുള്ള മരങ്ങളാണ്. നമ്മൾ നേരെ വന്നാൽ ഇങ്ങനെ ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റേക്ക് മൈസൂരും, അതായത് മൈസൂർ റോഡാണ്. ഇത് നേരെ മാനന്തവാടി റോഡ്. മാനന്തവാടി പോകുന്ന പോക്കിലുള്ള കാട്ടിക്കുളം ടൗണ്. Being famous, being scholars and so we dream those ordinary dreams, forgetting that one day we'll leave this world. We will go with no dream, we dream sure. കാട്ടിക്കുളം ടൗണ് കഴിഞ്ഞു. ഇവിടുന്നും ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് ഫോറസ്റ്റ് ഏരിയകളുണ്ട് ഇവിടെ. So many dreams, yeah, in my life. A lot of things in my life. സുൽത്താൻ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട്. യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ക്ഷീണത്തിന് നല്ലതാണ്. ഇത്ര നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പൈനാപ്പിൾ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നടുക്ക് തിന്നാം. ക്ഷീണത്തിന് നല്ലതാണ്. ഞാൻ ഒരു പൈനാപ്പിൾ തന്നെ, ഞാൻ നെല്ലിക്ക തന്നാണ്. തിരക്കടില്ല കേട്ടോ. നല്ല ഉപ്പും പുളിയും എരിവും പാകത്തിനുണ്ട്. കാണിച്ചുകളെ കൊതിപ്പിക്കുന്നില്ല, നമ്മൾ തിന്നട്ടെ. ഇടയ്ക്ക് യാത്ര ചെയ്തതുപോലെ നാരങ്ങയും അതുപോലെ നെല്ലിക്കുപ്പിലിട്ടത്, പൈനാപ്പിള്, മാങ്ങ ഉപ്പിലിട്ടത് ഇതൊക്കെ തിന്നാണെങ്കിൽ ഛർദ്ദിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എത്രയും പെട്ടെന്ന് ഛർദി മാറിക്കിട്ടാനും അവർ ഒമിറ്റ് വരാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാൻ ഇതുപോലത്തെ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ തിന്നണം. മധുരമുള്ള സാധനം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലത്തെ സാധനം കഴിക്കലാണ്. മധുരമുള്ളതാകുമ്പോൾ ക്ഷീണം കൂടുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം യാത്ര ചെയ്യുന്ന സമയത്ത് മധുരത്തിലുള്ള സാധനങ്ങൾ എന്താക്കുക, ഉപേക്ഷിച്ചിട്ട് ഇതുപോലത്തെ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ തിന്നാൻ വേണ്ടി ട്രൈ ആക്കുക. ക്ഷീണം ഉണ്ടാവില്ല, നല്ല എനർജി ഉണ്ടാവും. ഛർദ്ദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അതൊരു പരിഹാരമായിരിക്കും. പൈനാപ്പിൾ ഉണ്ടോ നോക്കട്ടെ. പൈനാപ്പിൾ കുറച്ച് ഉപ്പും പുളി എരിവും ഉണ്ടെങ്കിൽ ഇതാറതിന് കുറച്ച് കുറഞ്ഞു പോയി. നമ്മൾ മാനന്തവാടി ടൗണിലേക്ക് എത്താനായിട്ടാ. ആ ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക്. Turn right at Mananthavady Coilary Panamarum Road. Continue for 6 kilometers. അങ്ങനെ ഒരുപാട് നമ്മൾ കറങ്ങിയിട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ഒരു ആട് എടുക്കാനുണ്ട്. റിട്ടേൺ ആക്കുകയാണ്. നമ്മൾ കൊടുത്ത ആടിൽ നിന്ന് ഒരു ആട് നമ്മൾ റിട്ടേൺ എടുക്കുകയാണ്. ഇതെടുത്തിട്ട് നേരെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും തിരിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു ആടിനും കൂടി എടുക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിക്കാൻ പറ്റി പോവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാധനം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വിചാരിച്ച സ്ഥലത്തായിട്ട് പോകാണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു We dream those ordinary dreams, forgetting that one day we'll leave this world. We will go with no dream. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തരുവണയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ കൊടകിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വേറൊരു ആടും കുട്ടി എടുക്കണം. വയനാട് JPന്റെ ഒറിജിനൽ ബ്രീഡ് ഉണ്ട് ഇവിടെ ഒരു സ്ഥലത്ത്. അപ്പോൾ അദ്ദേഹമായി ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപാര വിലയാണ്. പക്ഷേ സാധനത്തിനൊന്ന് ഡയറക്റ്റ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ അതൊന്നും കൂടി നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ പനമരം പുൽപ്പള്ളി റൂട്ടിലാണ് നമുക്കിനി പോകാനുള്ളത്.
We dream those ordinary dreams, forgetting that one day we'll leave this world. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി നെഹദ് മാർക്കറ്റാണ്. നമ്മുടെ കോഴിക്കോട് തൃശ്ശൂരൊക്കെ നെഹദ് മന്തി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നെഹദ് മാർക്കറ്റ്. ജനങ്ങൾക്കൊന്നും പണിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെറുകിട കച്ചവടമായിട്ട് റോഡ് സൈഡിൽ ഫ്രൂട്ട്സുകളായിട്ടും ഫാസ്റ്റ് ഫുഡ് ഐറ്റമായിട്ടും ഐസ്ക്രീമായിട്ടും എല്ലാ പലതര കച്ചവടങ്ങളും ഫുട്പാത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പനമരത്താണ്. പനമരം ബ്രിഡ്ജാണ്. പനമരം ബ്രിഡ്ജാണ്. പനമരം ടൗണിൽ നിന്ന് എടുത്തോട്ട് പുൽപ്പള്ളി വഴിയാണ് ഇപ്പം നമുക്ക് പോകാനുള്ളത്. ആ റോഡിലാണ് നമ്മൾ കടന്നിട്ടുള്ളത്. നേരത്തെ നിറച്ചും കച്ചവടക്കാരുണ്ടാവും. ഫുട്പാത്തിലെ കച്ചവടം കേട്ടില്ലേ? ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഹൈവേ തോന്നുന്നു. ചെറിയൊരു ഗ്രാമം പോലെ. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. സൂര്യാസ്തമയത്തിന്റെ സമയമായതുകൊണ്ട് വെട്ടത്തിന്റെ ഒരു കുറവുണ്ട്. എന്നാലും നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. നമ്മൾ മുതലാളി ഇരിക്കുന്നുണ്ട് ബാക്കിൽ. രണ്ടു ഭാഗത്തും നല്ല പച്ച നെല്ലിന്റെ പാടങ്ങൾ. ഫോറസ്റ്റ് മോഡലുണ്ട്. അതെ, കൊടകത്തെ ആളുകളായതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയൊരു സംഭവമല്ല. ഏകദേശം ഇരുട്ടന്റെ സമയമായിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് കടിക്കട്ടോ നടവൈ വയലമ്പലം പുൽപ്പള്ളി. ഞായറാഴ്ച കടകളൊക്കെ അടവാണ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സ്ഥലം ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇനി സമയം ഇരുട്ടും തോറും നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറയും. നിങ്ങൾക്ക് മറ്റുള്ള വിഷയങ്ങൾ കാണാനുള്ള പ്രയാസം ഉണ്ടാവും. എല്ലാം ക്ഷമിക്കണം. നമുക്കുള്ള പരിമിതിക്കനുസരിച്ചുള്ള വീഡിയോകളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പുൽപ്പള്ളിയിലേക്ക് എത്താനായിട്ടുണ്ട്. കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്. പുൽപ്പള്ളിയിലേക്ക് ഇനി കുറച്ചും കൂടി പോകാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ തായങ്ങാടി പറയുന്ന ടൗണിലാണുള്ളത്. ഇവിടെ നിന്ന് നേരെ പുൽപ്പള്ളിയിലേക്ക് വെച്ച് പിടിക്കുക. പുൽപ്പള്ളി ടൗണാണ്. പുൽപ്പള്ളി അത്യാവശ്യം വലിയ ടൗണാട്ടോ. വലിയ ടൗണാണ്. ഇവിടെ ജംഗ്ഷനാണ് കേട്ടോ. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളെ റിഷാദ് എന്ന് പറയുന്ന സുഹൃത്ത്. ഒരുപാട് കിലോമീറ്ററുകളോളം ദൂരെ സഞ്ചരിച്ചിട്ട് അവസാനം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ഇതാണ് റിഷാദ് എന്ന് പറയുന്ന നമ്മളെ സുഹൃത്ത്. വാട്സപ്പിലൂടെയുള്ള ബന്ധമാണ്. അങ്ങനെ ബന്ധപ്പെട്ട അവസാനം അൽഹംദുലില്ലാ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. റിഷാദും വലിയ അറിയപ്പെട്ട ഒരു കർഷകനും കൂടിയാണ്. അതും കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട വലിയ നല്ല മുന്തിയ ബ്രീഡുകളുടെ ഉടമയാണ്. അപ്പോൾ ഇത്രയും കിലോമീറ്ററുകളോളം നമ്മൾ സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒരു ബ്രീഡിനെ കരസ്ഥമാക്കണം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ മൂപ്പർക്ക് താല്പര്യമില്ല. കാരണം കണ്ടമാനം ഫോൺ കോളുകൾ വന്നിട്ട് മൂപ്പരിക്കല്ല ചെറിയ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ട് മൂപ്പര് പറയുന്നത് കൂടുതൽ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കുന്നില്ല, കൂടുതൽ വീഡിയോസ് എടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ നമ്മുടെ അടുത്ത് വയനാടൻ ബ്രീഡാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ തന്നെ ഒരു പേരിട്ട് അറിയപ്പെട്ട് വിളിക്കുന്നതാണ്. അതെ.
നമ്മളിത് ഇപ്പോൾ ഒരു വയനാട്ടിൽ ഒരു 10-35 വർഷമായിട്ട് ഈ ആടുകൾ പല ആടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഇപ്പോൾ ഒരു ഐഡന്റിറ്റി ആയി, ഒരു വയനാട് എന്നുള്ള പേരായി അങ്ങനെ പ്രത്യേകിച്ച് നല്ല സെയിലുണ്ട്. നമ്മൾ ഈ ഗുലാബി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഗുലാബി എന്ന് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതാണ്. ശരിക്കും നമ്മൾ തന്നെ വയനാടൻ ബ്രീഡ് എന്നുള്ള പേര് തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഒരു ഹൈദരാബാദിയുടെ വേറൊരു ടൈപ്പിലുള്ള ഒരു ആടാണ്. ഹൈദരാബാദിന്റെ വേറൊരു ടൈപ്പ്. ഇതിൽ യഥാർത്ഥത്തിൽ വേറൊന്ന് പേരുണ്ട് ഈ വയനാട്? ഇല്ല, ഇതിന് നമ്മുടെ നാട്ടിൽ ഇതിന് ജമുനാപ്പേരി എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ അവിടുത്തെ ജമുനാപ്പേരി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ജമുനാപ്പേരിനേക്കാളും ചെവിനുകളോ എല്ലാം ഉണ്ടല്ലോ. മറ്റേ ജമുനാപ്പേരി പ്യൂർ ബീഡ് എന്ന് പറയുമ്പോൾ ഈ യുപിയിലുള്ള ചെവി മടങ്ങിയുള്ള അതിനാണ് ജമുനാപ്പേരി എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈദരാബാദിനെ തന്നെ ബാംഗ്ലൂരിൽ ഇതിന് ബാംഗ്ലൂർ ജമുനാപ്പേരി എന്ന് പറയുന്നുണ്ട്. ഹൈദരാബാദ് ശരിക്കും ഒരു പ്യൂർ ബീഡ് അല്ല, ഇതൊരു ക്രോസ് ബീഡാണ്. അതുപോലെ തന്നെ നമ്മള് ഒരു വയനാട് എന്നുള്ളൊരു പേര് ഇട്ട് നമ്മൾ വിളിച്ച് അതിനൊരു പബ്ലിസിറ്റി ആക്കി അതിനിപ്പോ അത്യാവശ്യം നല്ല പേരായി, നല്ല മാർക്കറ്റിൽ ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ആടാണ്. തീർച്ചയായും നല്ല ഡിമാൻഡുള്ള ആടാണ്. ഹൈദരാബാദിയാണ് ഏകദേശം കണ്ടാൽ. ഹൈദരാബാദി എന്ന് പറയാൻ പറ്റില്ല. ഹൈദരാബാദിന്റെ ഒക്കെ ഒരു ചെവി ഒരിക്കലും ഹൈദരാബാദി അല്ല, ആ ക്വാളിറ്റി അല്ല. ഇത് വേറൊരു ടൈപ്പിലുള്ള നമുക്ക് ആടുകൾ നോക്കാം അല്ലെ? ഇപ്പൊ നിലവില് ധാരാളം ആടുകളുണ്ട് ഇവിടെ. ആടിപ്പം നമുക്ക് മൊത്തം 70 എണ്ണം ഉണ്ട്. 70 ആടുകളുണ്ട്. 2 ബാച്ചായിട്ടുള്ള ഇപ്പൊ ഇവിടെ ഒരു 35 ഉള്ളൂ. പിന്നെ ബാക്കി വേറെ സ്ഥലത്ത് നമുക്ക് വീടിന്റെ ചെറിയ ഫാമിന്റെ ചെറിയ സൗകര്യക്കുറവുണ്ട്. വീട് പണി നടക്കുകയാണല്ലേ? അതെ. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ? ഇതെല്ലാം നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് വേറെ 1-2 പരിപാടികളപ്പോൾ നമുക്ക് പണിക്കാർ വരും, പണിക്ക് ആളുണ്ട്. ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉള്ള ബ്രീഡുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഇപ്പൊ നമ്മൾക്ക് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ബീറ്റിലായിരുന്നു. ബീറ്റിൽ ഇപ്പൊ നമുക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു 3 മാസത്തെ ഒരു കുട്ടി, ഒരു കുട്ടിക്ക് ഒരു 15 റുപ്യ ബീറ്റിൽ കിട്ടും. നമുക്ക് ഞാൻ നോക്കിയിട്ട് ഇതാണ് എനിക്കൊരു ക്വാളിറ്റി അനുസരിച്ച് വൈറ്റ് കളറിൽ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു 15 മുതൽ 30 രൂപ വരെ. 15 അല്ല, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് മിനിമം 15 സ്റ്റാർട്ട് ചെയ്ത് 25-30 വരെ നമുക്ക് വില കിട്ടുന്നുണ്ട് ഒരു കുഞ്ഞിന് മാർക്കറ്റ് 3 മാസത്തിൽ. അപ്പൊ നമുക്ക് ബീച്ചിൽ വളർത്തുമ്പോൾ എനിക്ക് ഒരു ആടിൽ നിന്ന് ആകെ ഒരു 15 രൂപ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് നഷ്ടമാണ്. നിങ്ങൾ നേരത്തെ നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കൈത്തീറ്റാണ് കൊടുക്കുന്നത്. അതെ, നമ്മള് ആടുകൾക്ക് വളരണമെങ്കിൽ അത്യാവശ്യം കൈത്തീറ്റ കൊടുക്കണം. അല്ലാതെ വേറെ കൊടുക്കാതെ ആട് ഇല്ല, കാര്യമില്ല. മെയിൻ കൈത്തീറ്റ വേണം. എല്ലാവരും പറയുന്നത് കൈത്തീറ്റ ഇല്ലാതെ ആട് വളർത്താൻ പറ്റുന്നൊക്കെ പറയുന്നത്, പക്ഷെ അതൊരിക്കലും നല്ല രീതിയിൽ ആട് വളർത്തൽ ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ ഉള്ളത് ഈ ബ്രീഡാണ് മെയിനായിട്ട്. നമ്മള് വയനാടൻ ബ്രീഡ് എന്നുള്ള അറിയപ്പെടുന്നത്. പിന്നെ മലബാരിൽ വെച്ച് ക്രോസ് ചെയ്യുന്നില്ല നമ്മള്. അല്ല, മലബാരിൽ വെച്ച് ക്രോസ് ചെയ്യുന്നതല്ല വയനാട്. ഇതിപ്പോ നിങ്ങൾ കണ്ട ഇപ്പൊ ആടുകൾ തന്നെ അങ്ങോട്ടും ഇതിപ്പോ ഒരു 10-35 വർഷം പഴക്കമുണ്ട് ഈ ഒരു ബ്രീഡിന്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വന്ന് ഇൻബ്രീഡ് ഇപ്പൊ ശരിക്കും ഇപ്പൊ വരുന്ന ഈ ചെവിനീട്ടുള്ള വയനാട് എന്ന് പറയുമ്പോൾ അത് പക്ക നമ്മൾ പേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് തന്നെ അതിൽ നിന്ന് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമ്മൾ ഉത്പാദിപ്പിച്ച് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ നിൽക്കുന്ന മുട്ടന് എന്ത് വെയിറ്റ് ഉണ്ടാവും? ഇതിപ്പോ ഒരു 55-60 കിലോ ഉണ്ടാവും. 10 മാസം പ്രായമായിട്ടുണ്ട്. 10 മാസം ആയിട്ടുള്ളൂ. അത് ഇവന്റെ മോനാണ്. പല്ല് വന്നിട്ടില്ല അപ്പൊ? ഇല്ല, പല്ല്. അതെ. അപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ വയനാട്ടിലുള്ള റിഷാദിന്റെ ചെറിയൊരു ഫാമാണ്. ചെറുത് നല്ല വലിയ ഫാം തന്നെ. അതിന്റെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ധാരാളം വൈകിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെട്ടത്തിന്റെ കുറവുണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് ചെറിയൊരു വെളിച്ചത്തിന്റെ കുറവുണ്ട്. ഇവനാണ് ഇവിടുത്തെ എന്റെ ബ്രീഡിംഗ് മെയില് അല്ലേ? ഇതിപ്പോ ഏകദേശം 4.5 വയസ്സിന് പ്രായമുണ്ടല്ലേ? 4 വയസ്സുണ്ടല്ലേ? അതെ. കുസൃതിന്റെ ചെറുങ്ങനെ. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് കിട്ടുന്നത്. അതെ അതെ അതെ. ഇവന്റെ പിന്നെ കുട്ടികളാണ് ഇപ്പൊ നമുക്ക് തരുന്നത്. ഇവന്റെ കുട്ടികളാണ് അല്ലേ? നമ്മളെ കൊടകിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരാടില്ല എന്ന് തന്നെ പറയാം. യുപിയിലുള്ള ജമുന പേരല്ല കേട്ടോ. ഒരുപാട് കാലം മുമ്പ് തന്നെ വയനാട് ബ്രീഡ് എന്നറിയപ്പെടുന്ന JPയുടെ ഒറിജിനൽ മുട്ടനാണ്. ഏകദേശം എത്ര പ്രായമുണ്ട്? ഇതിപ്പോ 4.5 വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാണ്. ഇവനെ വെച്ചിട്ടാണ് നമ്മളെ റിഷാദ് ഇവിടെ ബ്രീഡ് ഉണ്ടാക്കുന്നതും നമ്മളെ പോലത്തെ കർഷകർക്ക് കുട്ടികളെ തന്ന് സഹകരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു മുട്ടനെ ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് ആ കുട്ടീനെ എടുക്കാനൊരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഒരു വലിയ എമൗണ്ട് പറഞ്ഞാലും നമുക്കതിൽ നഷ്ടം തോന്നാനില്ല. കാരണം ഇപ്പൊ ഇവര് നമ്മളവിടെ എന്തായാലും നുണ പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ തരില്ലല്ലോ. തരുമോ? ഇല്ല. അതെ, സത്യമായിട്ട് പറയുള്ളൂ. അപ്പൊ റിഷാദിനെ ഞാൻ ഏകദേശം ഒരു കൊല്ലത്തിനധികമായി ഫോണിലോടുള്ള ബന്ധം, ആ ബന്ധം നിലനിർത്തിയിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് 100 ചില്ലാനും കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ അടുത്ത് വന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഇപ്പൊ ഈ മുട്ടനെ കണ്ടതും ഇവനിൽ നിന്ന് ബ്രീഡ് ചെയ്ത് എടുത്ത കുട്ടികളാണ് ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതിന്റെ വിശേഷങ്ങൾ ഇനിയും ധാരാളം നമുക്ക് അറിയാനുണ്ട്. ഇപ്പൊ സമയം കുറവുള്ളത് കൊണ്ടും ഇരുട്ടുള്ളത് കൊണ്ടും കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഇവന്റെ ബ്രീഡാണ് നമ്മളെ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് 148 കിലോ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ക്രോസിംഗ്
many dreams, yeah, in my life. I dream a lot of things in my life. പ്യൂർ വെയിറ്റ് സാധനം. I dream. ഇതൊക്കെ എത്ര ചെവി ഉണ്ടാവും? ഇതൊരു 14 ഇപ്പം ഉണ്ടാവും. 14 അല്ലേ? നീളം വീതി വീതി ഒരു 5, 4 അല്ലേ? We have different dreams in my life. ഇതെല്ലാം നമ്മൾ റിഷാദിന്റെ ഫാമാണ്. അതിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. As a soul, we ഇതെല്ലാം എത്ര പ്രായം? ordinary dreams, forgetting that one day we'll leave this world. We will go with no dream, yeah. നല്ല ഫീമെയിൽ ആണ്. ഇതുണ്ട് ഇവിടെ ഉണ്ടല്ലോ കുട്ടികള് കുറെ. ഇതെല്ലാം സെയിലാണ്. ഇതെല്ലാം മഹാരാഷ്ട്രക്ക് സെയിലാണ്. Cause you don't be satisfied for what we have. We have different dreams in our life. We dream of getting rich, being famous, being പെണ്ണാടെല്ലാം നിങ്ങളിവിടെ നിർത്തിയ പെണ്ണാടുകളാ. we dream those ordinary dreams, forgetting that one day we'll leave this world. We will go with no dream. റിഷാദിന്റെ ഫാമിന്റെ ധാരാളം കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ ദൈർഘ്യം കൂടിയതിനാൽ ഈ എപ്പിസോഡ് ഇവിടെ വേണ്ടിപ്പ് ചെയ്യുകയാണ്. ഞാൻ ഒരു ഗുലാബിയെ സ്വന്തമാക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നല്ല നല്ല കാഴ്ചകൾ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Satisfied for what we have. We have different dreams in our life. We dream of getting rich, being famous, being scholars.